ബി.ജെ.പിയുടെ നിലപാടുകളാണ് പറഞ്ഞത്. ആ നിലപാടുകളെ തള്ളി പറഞ്ഞിട്ടാണ് ഞാൻ കോൺഗ്രസിൻ്റെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാവുന്നുള്ളത്. ഞാൻ ഈ ഫാൻ ബേസ് എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഫാൻ ബേസ് ഉണ്ടാവേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ അന്ന് ഉയർത്തിയ കാര്യങ്ങളെ അംഗീകരിക്കുന്ന ആളുകളായിരിക്കാം പിന്തുണച്ചിട്ടുള്ളത്. എനിക്ക് എൻ്റെ ഭാഗത്ത് സംഭവിച്ച പെശക് മനസ്സിലായിട്ടാണ് അത് തിരുത്തിയിട്ട് ഞാൻ കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത്. അപ്പോൾ ധാരാളം പേര് അത് ഉൾക്കൊണ്ട ആളുകളുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണെന്ന് ഉൾക്കൊണ്ട ആളുകളുണ്ട്. ഇപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ക്യാമ്പയിൻ ഉണ്ടായി. അവർ ക്യാമ്പയിൻ തുടങ്ങുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഫോളോവേഴ്സ് 318K 318K ആയിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യേകത അത് ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായ പേജാണ്. ഒരിക്കലും അത് പേയ്മെൻറ്റ് ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് ആളുകളെ കൊണ്ടുവന്ന പേജല്ല. അതുകൊണ്ട് തന്നെ ഇടുന്ന പോസ്റ്റുകൾക്കെല്ലാം നല്ല റീച്ച് ഉള്ളതാണ്. അത് അൺഫോളോ ചെയ്യാൻ ക്യാമ്പയിൻ ഉണ്ടായി. 318K ഉണ്ടായിരുന്നത് 295Kയിലേക്ക് അവർ എത്തിച്ചു 2-3 ദിവസം കൊണ്ട്. അത് ഇമ്മീഡിയറ്റ്ലി ബൗൺസ് ബാക്ക് ചെയ്തു. ഇപ്പോൾ ഇന്ന് 328Kയിൽ മാറിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അംഗീകാരമാണ് ഈ നിലപാട് എൻ്റെ പുതിയ സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ജനങ്ങളുടെ അംഗീകാരമാണല്ലോ. പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം എനിക്ക് വർദ്ധിക്കുകയാണ് ചെയ്തത്, കുറയല്ല ചെയ്തത്. ഇപ്പോൾ ഈ ഇതിനെ കുറിച്ചിട്ട് മാപ്പിള കലാപത്തിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അത് ബി.ജെ.പിയുടെ നിലപാട് മാത്രമാണ്, സന്ദീപിൻ്റെ നിലപാടല്ല എന്നാണ്. ഞാൻ അന്ന് നിലനിന്ന പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തു നിന്നുകൊണ്ട് ഞാൻ വായിച്ചിട്ടുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ആ പ്രത്യയശാസ്ത്ര ഭാഗമായിട്ടുണ്ടായിട്ടുള്ള നിലപാടുകളാണ്. നമ്മൾ ഏതെങ്കിലും പക്ഷത്ത് നിന്നിട്ട് ചില വായനകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ചരിത്രത്തെ നമ്മൾ ഒരു പക്ഷത്ത് നിന്ന് വായിക്കുന്ന സമയത്ത് നമുക്ക് ആ പക്ഷത്തു നിന്ന് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അറിവ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ വായനയ്ക്ക് എപ്പോഴും ഒരു മറുപക്ഷത്തു നിന്നുള്ള വായന കൂടി ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ അത്തരം വായനയിലാണുള്ളത്. എന്താ മറുപക്ഷത്തെ വായന ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഹലാൽ വിഷയത്തിൽ എനിക്ക് മറുപക്ഷത്തു നിന്ന് പ്രതികരിക്കാൻ പറ്റുന്നത്. ലക്ഷദ്വീപ് വിഷയത്തിൽ എനിക്ക് മറുവശത്ത് നിന്ന് പ്രതികരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണല്ലോ. പുഴു സിനിമയുടെ ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മമ്മൂട്ടിക്കെതിരെ സംഘപരിവാർ ഹാൻഡിൽ നിന്ന് അറ്റാക്ക് വന്നപ്പോൾ എൻ്റെ വോളിൽ നിങ്ങൾ ഒരു അറ്റാക്ക് പോലും കാണില്ല. ഞാൻ അതിനെ എതിർത്ത ആളാണ്. മമ്മൂട്ടി എന്ന മഹാനടനെ മതത്തിൻ്റെ പേരിൽ അടയാളപ്പെടുത്തേണ്ടതല്ല എന്ന നിലപാടെടുത്ത ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇത്തരം വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തിപരമായിട്ട് എടുത്തിട്ടുണ്ട്. അത് മറുപക്ഷത്തു നിന്നുള്ള വായന ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പോൾ 1921 ഹിന്ദു വംശഹത്യ ഉണ്ടായിട്ടില്ല എന്നാണ് നോക്കൂ, അന്നത്തെ 1921 കലാപം സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ അഭിപ്രായം അന്നത്തെ മലബാർ കോൺഗ്രസ് കമ്മിറ്റി അടക്കമുള്ളവർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. മഹാത്മാഗാന്ധി ആ വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് ചരിത്രത്തിൻ്റെ ദശാസന്ധിയിലുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഇന്നത്തെ കാലത്ത് ജനങ്ങളെ പോളറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബി.ജെ.പിയുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അതെനിക്ക് താല്പര്യമില്ല. പക്ഷേ 1921 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രകടനം നടത്തിയതിനെ കുറിച്ചൊക്കെ സന്ദീപ് സംസാരിച്ചു. അത് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ചരിത്രം വായിക്കുമ്പോഴുള്ള പ്രയാസമാണ്. അതിൽ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നും പീഡനം അനുഭവിക്കേണ്ടി വന്നവർ അപ്പുറത്തുമുണ്ട് ഇപ്പുറത്തുമുണ്ട്. അതൊക്കെ അവിടെ ഒരു ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ ഭാഗമായിട്ട് പീഡനം അനുഭവിക്കേണ്ടി വന്ന ഒരു വലിയ വിഭാഗമാണ് മലബാറിലുണ്ടായിരുന്ന വള്ളുവനാട്ടിലും മേർനാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷത്തു നിന്നുള്ള വായനയുടെ സമയത്ത് നമുക്ക് പലപ്പോഴും അതാണ് ശരിയെന്ന് തോന്നും. പക്ഷേ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് ഇരുപക്ഷത്തും ശരികളും തെറ്റുകളൊക്കെ കണ്ടെത്താൻ സാധിക്കും. ചരിത്രത്തിൽ പല ശരികളും തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ശരികളും തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കാലത്ത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും പോളറൈസേഷൻ ഉണ്ടാക്കാനും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ബി.ജെ.പി ചെയ്യുന്ന തെറ്റ്. നോക്കൂ, ഞാൻ ഒരിക്കലുമില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി വന്നതിന് ശേഷം അനുഭവിക്കുന്ന ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന വലിയൊരു ആശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ബി.ജെ.പി വിടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുടുംബത്തെ അടക്കം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള സൈബർ അറ്റാക്കും സോഷ്യൽ മീഡിയ അറ്റാക്കും, എൻ്റെ ഭാര്യയെ അടക്കം ബോഡി ഷെയിം ചെയ്തുകൊണ്ട് 84 വയസ്സുള്ള അച്ഛനെ പോലും വെറുതെ വിടാതെ നടത്തിയിട്ടുള്ള അറ്റാക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് എൻ്റെ കുടുംബവും ഞാനും വളരെ ആശ്വാസത്തിലാണ്. ഞാൻ പറഞ്ഞത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം ഞാൻ ബി.ജെ.പി വിടുന്നതിന് മുമ്പ് തന്നെ
CPM പാർട്ടി വിട്ടാലാണ് ഇന്നോവ അയക്കുന്നത്. ഇവർ പാർട്ടി വിടുന്നതിന് മുമ്പ് തന്നെ സൈബർ ഇന്നോവ അയച്ച ആളുകളാണ്. വളരെ സൈബർ അറ്റാക്ക് നടത്തിയിട്ടുള്ളതാണ് കോൺഗ്രസിന്റെ സൈബർ വിങ്. അല്ല അത് യൂത്ത് കോൺഗ്രസ് നേതാവാണ്, MLA ആയിരുന്നു. അല്ല അതൊന്നും ഏറ്റവും ചെയ്തത് കോൺഗ്രസിൽ തന്നെയുള്ള സൈബർ വിങ് ആണ്. ഇതൊന്നും കോൺഗ്രസിൽ ഇല്ലാത്തതും BJP-യിൽ മാത്രം കണ്ടുവരുന്നതുമായ കാര്യങ്ങളല്ല. അല്ല അത് സംബന്ധിച്ചൊന്നും ഞാൻ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് അനുഭവിച്ച കാര്യങ്ങളെ പറയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അയാൾ അനുഭവിച്ചതും അയാളുടെ കുടുംബം അനുഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് അയാളിൽ അഭിപ്രായങ്ങൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ അയാൾക്ക് ആശ്വാസം പകരുന്ന ചില നിലപാടുകളിലേക്ക് എത്തുന്നതും. നിലവിൽ എൻ്റെ കുടുംബം അനുഭവിക്കുന്ന വലിയ ആശ്വാസമുണ്ട്. ആ ആശ്വാസത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തതാണ്. അതിനുശേഷം അവർക്ക് വലിയ സന്തോഷവും ആശ്വാസവും. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഞാൻ കരുതുകയാണ്. മാത്രമല്ല അവരെ സംബന്ധിച്ചോളം എൻ്റെ ഭാര്യയോ എൻ്റെ കുടുംബമോ ഒക്കെ അവർ അപ്പൊളിറ്റിക്കലാണ്. അവർക്കൊന്നും അങ്ങനെ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ധാരണ ഉള്ളവർ, രാഷ്ട്രീയത്തിന് അവർ അന്നന്നത്തെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്ന പാവങ്ങളാണ്. അവർ ഇതിലേക്ക് വലിച്ചഴക്കും. എൻ്റെ അച്ഛൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോയിട്ട് പാവം അച്ഛനെ 84 വയസ്സുള്ള 3 യുദ്ധത്തിൽ പങ്കെടുത്തൊരു ആർമി വെറ്ററിനെ ഇനി ഇവൻ നിൻ്റെ മകൻ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിൽ തരംതാണ് എന്ത് ഇനി ചെയ്യാനുള്ളത്? അത് അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്നതിൻ്റെ പരമാവധി ഇൻസൾട്ട് ചെയ്തു. കുടുംബത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അമ്മയുടെ ആഗ്രഹപ്രകാരം കുറച്ച് കുടുംബത്തിന്റെ സ്ഥലം RSSന് വിട്ടുകൊടുക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. എന്താ അതിന് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അവർക്ക് വേണ്ട എന്നവർ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അത് സ്വാഭാവികമായിട്ടും ആ സ്ഥലം സാമൂഹ്യ നന്മയ്ക്ക് ഉതകുന്ന ഏതെങ്കിലും പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കും. ഈ അമ്മ എന്തുകൊണ്ടാണ് RSSന് സ്ഥലം വിട്ടുകൊടുക്കണമെന്ന്? അതൊരു രസകരമായിട്ട് കാര്യം അല്ല അതൊരു രസകരമായിട്ട് കാര്യമുണ്ട്. അതായത് ഒരു ദിവസം അമ്മ ബെഡിടണമായിരുന്നു. അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും ബെഡിടേണ്ടി കിടക്കുന്ന സമയത്ത് എനിക്കൊന്ന് മഴ പെയ്യുന്ന ഒരു സമയത്ത് അവിടെ ശാഖയിൽ അന്ന് പ്രാർത്ഥന ചൊല്ലി അവർ തിരിച്ചു വന്നു. സംഘത്തിൻ്റെ ശാഖാ കാര്യകാരി എൻ്റെ വീട്ടിലിരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് അന്ന് ചർച്ച ചെയ്തത് ആ വർഷത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുകയാണ്. അപ്പം ഞാൻ അന്ന് അവിടെ ഉണ്ട്, ഞാൻ അതിലിരിക്കുന്നു. അപ്പോൾ ഈ ശാഖയിൽ ചർച്ച നടക്കുന്ന സമയത്ത് അവർ കാര്യകാരി എന്ന് പറയും. ഇപ്പം നമ്മളിരിക്കുന്ന പോലെ തന്നെ അതൊരു സംവിധാനം, അതിൻ്റെ ഒഫീഷ്യൽസ് ഇരിക്കുകയാണ്. അപ്പോൾ ചെത്തലൂർ ശാഖ നല്ല ശക്തിയുള്ള ശാഖയാണ്. അപ്പോൾ അവർ ഈ വർഷം നമുക്കൊരു ആംബുലൻസ് വാങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞു ആംബുലൻസ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസും പിന്നെ നല്ല പ്രയാസമുള്ള കാര്യം. ഒരു ഗ്രാമത്തിൽ അത് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം, അതിൻ്റെ മെയിൻ്റനൻസ് വരും. അപ്പോൾ അതൊരു സാമ്പത്തിക ബാധ്യത വരും. പിന്നെ തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു മോശമായിരിക്കും. നമുക്ക് വേറെ എന്തെങ്കിലും നിലനിൽക്കുന്നൊരു കാര്യം ഈ വർഷം ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു RSSൻ്റെ ഒരു സേവാകേന്ദ്രം, കാര്യാലയമല്ല ഒരു സേവാകേന്ദ്രം തുടങ്ങാം. അതിൽ കാര്യാലയം കൂടി വരും ആ രീതിയിൽ. കാരണം ജനങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ഒരു ലൈബ്രറി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഒരു വലിയ സേവാകേന്ദ്രം തുടങ്ങാം എന്നൊരു പദ്ധതിയുണ്ട്. എൻ്റെ മനസ്സിലൊരു ആശയമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇറച്ചി നടന്നു. അപ്പോൾ പിറ്റേ ദിവസം എല്ലാവരും ഉഷാറായിട്ട് അതിനെ പറ്റുന്നൊരു സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഇറങ്ങിയത് കുറച്ച് വില കുറഞ്ഞ സ്ഥലം കണ്ടെത്തി. നമുക്ക് ഒരു സ്ഥലം ഏകദേശം കണ്ടെത്തി. ആ സ്ഥലം എന്താ പറയുക, എല്ലാം അവസാനം എത്തിയിട്ട് അത് വാങ്ങാൻ സാധിക്കാത്ത എനിക്ക് വഴിയുടെ എന്തോ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും വലിയ നിരാശയിലായി. വീണ്ടും എൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ് രാത്രി. ഇരിക്കുന്ന സമയത്ത് ഉള്ളിലെ ബെഡ്റൂമിൽ അമ്മ കിടക്കുകയാണ്. അവിടുന്ന് അമ്മ വിളിക്കുകയാണ്, എന്നെ വിളിച്ചു, ഉണ്ണീന്ന് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ എന്താ വെച്ചത്, അപ്പോൾ നിങ്ങൾ ഈ സംഘത്തിന് കാര്യാലയം ഉണ്ടാക്കാനാണോ അങ്ങനെ സ്ഥലം നോക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. എന്നാൽ ഇനി ഇത് പുറത്തുനിന്ന് നോക്കണ്ട, ഈ വളപ്പിൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അളന്ന് എടുത്തോ, ഇനി പുറത്തുനിന്ന് നോക്കണ്ട, ഇവിടുന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ കുറേ കാലമായിട്ട് ഞാനിതിൽ വന്നതിന് ശേഷം ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് അമ്മ റിട്ടയർമെൻറ്റ് ലൈഫ് അതിനു ശേഷം എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് താല്പര്യം തോന്നിയിട്ടും ആവാം. പിന്നെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം തന്നെ അവർ വന്നു, ആ സ്ഥലം കണ്ടു, ആ ഭാഗം അത്രയും വേണ്ട ഭാഗം അടയാളപ്പെടുത്തി. അങ്ങോട്ടുള്ള റോഡും ഞാൻ അതിലേക്ക് വിട്ടുകൊടുത്തു ആ സമയത്ത് തന്നെ. പക്ഷേ അമ്മ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് അവർക്ക് രജിസ്ട്രേഷൻ നടപടികൾ അവർക്ക് ആ സമയത്ത് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു. എനിക്കൊന്ന് വർഷങ്ങളോളം ഞാൻ ആവശ്യപ്പെട്ടു ഇതൊന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അവർക്കത് പൂർത്തിയാക്കാൻ പറ്റില്ല. പിന്നീട് അച്ഛൻ ഒരു തവണ അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പെട്ടെന്ന് ഇങ്ങനെ സ്ഥലം കൊടുക്കാൻ തീരുമാനിക്കാം. അപ്പോൾ അമ്മ വളരെ രസകരമായിട്ട് എന്നോട് പറഞ്ഞു, നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് മുഴുവൻ കൊടുത്തു കളയും, ഇപ്പം തന്നെ കൊടുക്കുന്നതാണ് സേഫ് എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അത് അമ്മ തമാശയ്ക്ക് പറഞ്ഞാണ്. പക്ഷെ അമ്മ സ്വയം താല്പര്യപൂർവ്വം കൊടുത്തു തന്നെയാണ് ആ സമയത്ത്. കാരണം ഞങ്ങളുടെ വിഷമം അമ്മ കേട്ടു. ഞങ്ങളിങ്ങനെ ഈ ഇതിന് സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പ്രയാസവും വിഷമവും. പിന്നെ അമ്മയുടെ മനസ്സിലുണ്ടായിരിക്കും. അതിന് മുമ്പ് ഞാൻ ഗൾഫിൽ പോയ സമയത്ത് ഞാൻ ആകെ വാങ്ങിയിരുന്നത്, എനിക്ക് തോന്നുന്നത്, ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് കുറച്ച് സ്ഥലം വാങ്ങി. എൻ്റെ ഗൾഫിൽ നിന്ന് ഞാൻ ജോലി കിട്ടി വരുമായിരുന്നു. അത് അന്നത്തെ കാലത്ത് ഞാൻ വീട്ടുകാരറിയാതെ ആ സ്ഥലം വിറ്റു.
എന്നിട്ട് അവിടെ വിദ്യാനികേതൻ സ്കൂളിന് കെട്ടിടം പണിയാൻ വേണ്ടി ആ പൈസ മുഴുവൻ കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ 2 ദിവസം അത് കാരണം വീട്ടിൽ നിന്ന് ഭക്ഷണം തന്നിട്ടില്ല. ആകെ ഉണ്ടാക്കിയതായിരുന്നു. അതും ഞാൻ സംഘടനയ്ക്കാണ് കൊടുത്തത്.